സൈന, സൈന, നീ എന്താ ഓർക്കുന്നേ? നീ ആരെയാ ഓർക്കുന്നേ? നീ ആരെ കാത്തു നിൽക്കുന്നേ? നീ ആരെ കാത്തു നിൽക്കുന്നെന്ന് ഞാൻ പറയട്ടെ. ഹലോ, എന്താ? ഞാൻ വരാൻ ഇത്തിരി വൈകൂട്ടാ. എന്തിനാ വൈകണ? കോളേജിൽ മീറ്റിംഗ് ഉണ്ട്. സത്യല്ലേ? ആ ശരി. ആ ഇന്നെന്താ ഒറ്റയ്ക്ക്? രമേശിനെന്തേ? അതാ രമേശനോട് ചോദിക്കും. വലിയ ദേഷ്യത്തിലാണല്ലോ. എത്തിയാലോ? ചായ എടുത്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കുടിച്ചോട്ടാ. നീ എന്താ നേരം വൈകിയ? ഒന്ന് തൊയ്യം തരൂ. നിനക്കിതെന്താ പറ്റിയ? കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കല്ലേ? അതാ രമേശിനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിണ്ടാവും. അതാ റാഫി വന്നാൽ ശരിയാക്കും. നീ ഇങ്ങോട്ട് പോരെ. നീ എന്താണ്ട് എന്റെ മോള് പറഞ്ഞേ? അവള് സങ്കടപ്പെട്ടാണല്ലോ വന്നിരിക്കണേ. നിങ്ങളൊന്നും മിണ്ടാടുന്നേ. മോൻ വാ, ഉമ്മ ചായ തരാം. ഞാൻ ഇന്ന് യൂണിയന്റെ മീറ്റിംഗ് ഉണ്ടാവുമെന്ന് അവളോട് പറഞ്ഞതാണ്. അവളവിടെ ഓളങ്ങോട്ട് പോയി. ചായ വേണ്ടട്ടാ, പഴം മതി. ആ വാ, അമ്മയുടെ മരുന്ന് വാങ്ങിച്ചാ. റാഫിയോട് പറഞ്ഞിട്ടുണ്ട്, അവൻ വരുമ്പോ കൊണ്ടുവരും. മോനിത് കഴിച്ചേ? ആ മോൻ വന്നല്ല. ആ ഇതാ അവിടേക്കുള്ളത്. അമ്മയ്ക്കുള്ള മരുന്നാ. ഉമ്മ ഇതാട്ടോ, ഞാൻ കുളിച്ചിട്ട് വരാട്ടാ. അതവിടെ ഇരുന്ന് തിന്നിട്ട് പോടാ. അമ്പലത്തേക്ക് പോവാണ്ട്. ഇപ്പൊ പോട്ടെ. ഉമ്മഞ്ഞോ? ആ മോളെത്തിയോ? ഇന്നെന്തേ മോൾ ഇത്ര ലേറ്റ് ആയേ? ഒന്നും പറയണ്ട, ഞാൻ ഒറ്റയ്ക്കാ വന്നു. അപ്പൊ അവ എവിടെ പോയി രമേശ്? രമേശേട്ടനൊന്ന് യൂണിയനിൽ മീറ്റിംഗ് ഉണ്ടെന്നാ പറഞ്ഞു. ഞാൻ പേടിച്ചാ വന്നു. അവൻ ഇങ്ങോട്ട് വരട്ടെ, അവന്റെ കുറുമ്പ് ഇന്നത്തോടക്കൻ അവസാനിപ്പിക്കാം. അവൻ വന്നു തോന്നുന്നു. അമ്മേ, ഇതാ മേഡം വരുന്നു. ഇന്ന് എന്താ ശാരദ ഒരു ഗൗരവം? നീ എന്ത് പണിയാ ചെയ്ത്? ആ കുട്ടീനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ അവളോട് പറഞ്ഞതാ. നിന്നോട് നിന്റെ അച്ഛൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവളുടെ ഉപ്പ എന്താ പറഞ്ഞിരിക്കുന്നത്? അവളെ തനിച്ചാക്കി പോരരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അതിനിപ്പോ എന്തുണ്ടായത്? നീ ഇനി ഒന്നും പറയണ്ട, മേലിത് ആവർത്തിക്കരുത്. അതൊക്കെ ശരി. അവളെവിടെ? അമ്മ, അവളെന്നെ കടിച്ചു. കടിക്കല്ല വേണ്ട, മാന്തി പൊളിക്കണം. പൊടി നോണച്ചി പൂച്ച. ഇതൊന്നും നോക്കിയടേ. എന്തല്ല ഈ കുട്ടികളുടെ കാര്യം. ആ സുബൈറ, എന്തുണ്ട് വിശേഷം? ആ കേറിയിരിക്കേ. വിശേഷങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ മാമങ്ങളുടെ ഉദ്ദേശം? എന്താ മോനെ അങ്ങനെ ചോദിക്കണേ? പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം. അല്ലാത്തന്റെ കുറവാണ് ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. എന്താ ഇജ്ജ് പറയണ്? നമുക്കൊന്നും മനസ്സിലാവില്ലല്ലോ. മനസ്സിലാക്കിയരാ കണ്ടാരി പറഞ്ഞു കൊടുത്തറാ. ഇന്നലെ ഞാൻ മാർക്കറ്റിൽ നിൽക്കുമ്പോഴേ ഇവിടുത്തെ മോളും രമേശും ബൈക്കിൽ ഇറങ്ങണ ഞാൻ കണ്ടു. ഇതാണോ ഇത്ര വലിയ കാര്യം? അവര് ചെറുപ്പം മുതലേ ഒന്നിച്ചല്ലേ സ്കൂളിൽ പോകണതും വരുന്നതും. അതൊരു തെറ്റാണോ മോനെ? നിങ്ങക്ക് തെറ്റായിരിക്കില്ല, പക്ഷെ എനിക്ക് സഹിക്കില്ല. എനിക്കായി പറഞ്ഞു വെച്ച പെണ്ണാണ് സൈന. അവളുമായി കൊഞ്ചിക്കഴിയാ ഒരുത്തന്നെ ഞാൻ അനുവദിക്കില്ല. വെട്ടി അരിയും ഞാൻ. ആരൊക്കെ തടസ്സം നിന്നാലും. ഇത് സുബേറ പറയണു. വാടാ
എന്തൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞത് എന്തായി? നമ്മുടെ കുടുംബക്കാരാണ് എല്ലാ അശ്വരി ഉണ്ടാക്കുന്നത്. അതെ, ഇനി അവളെ പഠിക്കാനൊന്നും വിടണ്ട. ഇനിയെങ്കിലും ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. എത്രയും പെട്ടെന്ന് സുബൈറായിട്ടുള്ള നിക്കാഹ് നമുക്ക് നടത്താം. എന്റെ റബ്ബേ, ഞാൻ ഇനി എന്തൊക്കെ കാണണം. എന്തുപ്പാ സുബൈർ കണ്ടിട്ടൊന്നും മിണ്ടിയില്ലല്ലോ, എന്തുണ്ടായി? അതൊക്കെ പറയാം, നീ വാ. അസ്സലാമു അലൈക്കും. നിങ്ങൾ ഈ മഹല്ലിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയണില്ലേ? അതോ അറിഞ്ഞിട്ട് മിണ്ടാണ്ടിരിക്കണോ? നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ എൻ്റെ മഹല്ലിൽ നല്ല ചുണയുള്ള ആമ്പിള്ളേരുണ്ട്, അവരെ കൊണ്ട് ഞാനത് ചെയ്യിക്കും. അതിനിട വരുത്തരുത്. മോനെ ഒന്നേ സുബേറെ, ആ കുട്ടി എത്രയോ ചെറുപ്പം മുതൽ രമേശിന്റെ കൂടെ അല്ലടാ മദ്രസയിലും സ്കൂളിലൊക്കെ പോകുന്നത്. അതിരുന്ന് എത്ര തെറ്റ്? ആ രണ്ട് കുടുംബവും ഒന്നുപോലെ കഴിയണേ. ഒരു ചീത്തപ്പേരുണ്ടാക്കാതെ ആ കുട്ടികളെ നീയായിട്ട് എന്തിനാടാ ചീത്തപ്പേരാക്കുന്നത്? പിന്നെ ഈ മഹലിലുള്ളവർ നല്ല ചുണയുള്ള ആമ്പിളരുണ്ട്, നീ വരട്ടല്ലേ? നീ ഇവിടുന്ന് ശാന്തരായി പോ. സൈന നിനക്കായി ഉറപ്പിച്ചിട്ടുള്ളതാണെങ്കിൽ അത് തന്നെ നടക്കും. അസ്സലാമു അലൈക്കും. അതിനൊക്കെ ഞാനല്ലേ വന്നല്ലോ ലൈല മജ്നു. ഡാ രമേശ, ഈ അവളെ വലിയ ബോഡി ഗാർഡാവണ്ട. അവളെ എനിക്ക് ഉറപ്പിച്ചിട്ടുള്ള പെണ്ണാണെന്ന് എനിക്കറിയാലോ. അങ്ങോട്ട് പോടി വീട്ടിക്ക്, കണ്ടാല വലാദികളോട് നടക്ക. രമേശ, ഇനി മേലിൽ എന്റെ പെണ്ണിന്റെ കൂടെ നിന്നെ കണ്ട വെട്ടിയരിഞ്ഞ് പച്ചക്ക് കത്തിക്ക് ഞാൻ. ഓർത്തോ, ഇത് സുബേറ പറയണു. സുബൈറേ, നീ എന്താ പറഞ്ഞേ? നമ്മുടെ കുട്ടിക്കാലം നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഞാനും സൈനയും തമ്മിലുള്ള ബന്ധവും നിനക്കറിയാം. പിന്നെ നീ നേരത്തെ പറഞ്ഞ ഈ ബോഡി ഗാർഡ്, ഞാൻ എന്നും ഓൾക്ക് രക്ഷകൻ തന്നെയാ. ഞാനൊന്ന് ചുണ്ടനയ്ക്കാ സേന എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. അതിനെനിക്കൊരു ആരെയും സമ്മതം വേണ്ട. എന്നാൽ ഞാനത് ചെയ്യില്ല. എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മകളാ സൈന. അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളെ രക്ഷിച്ചത് ഈ സൈനയുടെ ഉപ്പയാണ്. പിന്നെ ഞാനും സൈനയായിട്ടുള്ള ഈ പവിത്രമായ ബന്ധത്തിനെ ചൊല്ലി എൻ്റെ സൈനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് ഞാൻ അറിഞ്ഞ നിന്നെ അല്ല, നിന്റെ കുടുംബത്തെ വരെ ഞാൻ ഇല്ലാതാക്കും. മരിച്ചുപോയ രാമൻഗുരുക്കളുടെ പേരമകൻ രമേശനായി പറയണേ. രമേശേട്ടാ, ചെറുപ്പം മുതലേ അറിയുന്നവരല്ലേ നമ്മള്. ഞങ്ങളെ രണ്ടാളെ നിർത്തി ഇവള് നിനക്കുള്ളതാണെന്ന് പറഞ്ഞ് ആശിപ്പിച്ചപ്പോ വല്ലാണ്ട് ആശിച്ചു പോയി. ഈ അവസ്ഥയിലെ സൈന എനിക്ക് നഷ്ടപ്പെട്ടാലെന്ന് വിചാരിച്ചിട്ടാ. ഓർക്കടാ, നിന്റെ പഴയ ചങ്ങാതിയല്ലേ പറഞ്ഞു. സുബൈറേ, വായിൽ നിന്ന് വീണ വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. ഓർത്തോ. എന്തായാലും സുബൈർ ചെല്ലി. മഞ്ഞു, എന്താ മോളെ? മഞ്ഞു, എന്ത് പറ്റി മോളു? ഞാൻ ഈ വീട്ടിൽ നിന്നിട്ടല്ലേ വളർന്നത്. ഇവിടുത്തെ ആഹാരം കഴിച്ച് ഈ മടി കിടന്നിട്ടല്ലേ ഞാൻ വളർന്നത്. ചെറുപ്പം മുതൽ എനിക്ക് രമേശേട്ടനും ഞാനായിട്ടല്ലേ വളർന്നത്. എനിക്ക് എൻ്റെ ഉപ്പ വേറെ കല്യാണം ആലോചിക്കാം. ഇല്ല മഞ്ഞു, ഞാൻ പോവില്ല. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല. എൻ്റെ രമേശേട്ടനല്ലത് എൻ്റെ ജീവിതത്തിൽ വേറൊരു പുരുഷനില്ല. എന്റെ ഗുരുവായൂരപ്പ. രമേശേട്ടാ, 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 വാതിൽ തുറക്ക്. രമേശേട്ടാ, വാതിൽ തുറക്ക്, തുറക്ക്. രമേശേട്ടാ, സൈന, സൈന, നീ വീട്ടിൽ പോ. ഇനി നീ ഇവിടെ നിൽക്കരുത്. നീ വേറൊരു പുരുഷന്റെ ഭാര്യ അവിടെ. ഇല്ല, എനിക്കൊരു വേറെ പുരുഷനില്ല.
എൻ്റെ രമേശേട്ടൻ എന്നെ ചെയ്യും. ഞാനിവിടുന്ന് ഇങ്ങോട്ടും പോകില്ല രമേശേട്ടൻ. മോളെ, നിന്റെ ഉപ്പ സുബൈറിന് കൊടുത്തുള്ളൊരു വാക്ക് അത് തെറ്റാൻ ഞാൻ കാരണക്കാരനായ എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നോട് പോയിട്ടില്ല. നീ പോ. നീ പോ. പോ. മോനെ, എന്റെ പൊന്നുമോനെ, ഉപ്പ മോനെ, ഉപ്പാനോട് പൊറുക്കടാ. നിങ്ങൾ തമ്മിൽ കൂടപ്പുറപ്പുകൾ എന്ന നിലയിൽ നിന്നും മറിച്ചൊന്നും ഞാൻ ചിന്തിച്ചില്ലടാ. ഉപ്പ ഒന്നുകൊണ്ട് വിഷമിക്കരുത്. ഞാൻ ഉപ്പാടെ കൂട്ടുകാരന്റെ മോനാ. ഉപ്പ കൊടുത്ത വാക്ക് പാലിക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും ഞാൻ പോവും. ഞാൻ എന്താ ചെയ്യണ്ടപ്പാ? മോൻ അവളെ മറക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു ഭൂകമ്പം തന്നെ ഉണ്ടാകും. ഈ മുടിഞ്ഞ ജാതിയും മതവും മനുഷ്യനെ അകറ്റാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ, ഒന്നിക്കാനല്ല. നീയോ ഞാനോ വിചാരിച്ചാൽ ഒന്നും നടക്കില്ല മോനെ. എത്ര നിസ്സാരമായിട്ടാ പറഞ്ഞത് സൈന്യം മറക്കാൻ. അങ്ങനെയാണോ നിങ്ങൾ ഞങ്ങളെ വളർത്തിയത്? തെറ്റും ശരി അതവിടെ നിൽക്കട്ടെ, ഞാനൊന്നും പറയാനില്ല. മോനെ, സൈനയുടെ കല്യാണം കഴിഞ്ഞാൽ അവർ ദുബായിക്ക് പോകും. പിന്നെ എല്ലാം മറക്കും. എന്റെ മോൻ പഠിച്ച് വലിയ ആളായി വരുന്നത് നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് കാണാൻ ഈ ഉപ്പ ഉണ്ടാകും. കല്യാണമൊക്കെ ഭംഗിയായി നടന്നോളൂ. സൈനിക്ക് നല്ലൊരു ഭാഗ്യം ഉണ്ടാവട്ടെ. ഉപ്പ, എന്തിനാ നിങ്ങൾ ഞങ്ങൾ രണ്ടുപേരെ അടുപ്പിച്ചേ? മോളെ, നിങ്ങളെ 3 പേരെയും കൂടപ്പുറപ്പുകളായിട്ടാണ് ഉപ്പ കണ്ടിട്ടുള്ളൂ. മറ്റൊരു തരത്തിൽ ഉപ്പ ചിന്തിച്ചിട്ടില്ല മോളെ. ഉമ്മഞ്ഞൂനറിയാലോ ഒരു പെണ്ണിൻ്റെ മനസ്സ്. ചെറുപ്രായത്തിലെ ഞങ്ങൾ അകറ്റിരുന്നെങ്കിൽ ഈ വിധി ഞങ്ങൾക്ക് വരുമായിരുന്നോ? രമേശേട്ടൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതിനെങ്ങാനും ആരെങ്കിലും ഇനി മുതിർന്നാൽ പടച്ചറപ്പേ, എല്ലാം കൈവിട്ടു പോയല്ലോ. മോളെ മോളെ മോളെ, രമേശേ രമേശേ, എവിടെ നീ? വേഗം വാ. അയ്യോ അയ്യോ മോളെ, രമേശേ. ഈശ്വര ഗുരുവായൂരപ്പ, മോളെ മോളെ. സൈന, സൈന, സൈന. രമേശ് ചേട്ടാ, രമേശ, ഞാൻ കണ്ടതും അറിഞ്ഞതും ശരിയാണെങ്കിൽ നീയും അമ്മയും എൻ്റെ വീടിൻ്റെ മുറ്റത്ത് പോലും കണ്ടുപോരുത്. മറിച്ചായാൽ ഇതുവരെയും എൻ്റെ കൂടെ പിറപ്പായി കണ്ട നിങ്ങളെ എനിക്ക് ശത്രുവായി കാണേണ്ടി വരും. ഇതിനിടെ വരുത്തരുത്. അവൾക്കൊരു ആങ്ങളേ ഉള്ളൂ, അത് ഞാൻ മതി. എൻ്റെ അച്ഛൻ്റെ മരണശേഷം നമ്മൾ 3 മക്കളായിരുന്നു. ഞാനൊന്ന് മൂളിയിരുന്നെങ്കിൽ സൈന എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ചെയ്യില്ല. എൻ്റെ അച്ഛൻ നിൻ്റെ ഉപ്പിക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കേണ്ടി വരും എനിക്ക്. ഞാൻ ബാലൻ്റെ മോനാ, ഞാനത് ചെയ്യില്ല. പിന്നെ സൈന, അവൾ എന്നും എൻ്റെ മനസ്സിലുണ്ടാവും. അതൊന്ന് ഓർത്തോ. അമ്മ സൈന അവളെ വീട്ടിൽ കൊണ്ടാക്കി. റാഫി, നീ എന്താ പറഞ്ഞേ? അതൊന്നുമില്ല അമ്മേ. അമ്മ എങ്ങ വന്ന് അമ്മ വാ. ഞാൻ പിന്നെയും പറയാത് പ്രശ്നമാവൂട്ടാ. കാര്യം നിങ്ങളുടെ കൂട്ടുകാരൻ്റെ മോനൊക്കെ തന്നെയാ. പക്ഷെ അവൻ അന്യജാതിക്കാരനല്ലേ?
ഉമ്മൊന്നും മിണ്ടാടുന്നേ ഒരു ജാതി മതവും. നിനക്ക് ഓർമ്മയുണ്ടോ കുൽസോ ആ രാവ്? ബാല, നീ എന്റെ മോളെ അവനെ കൂടി സംരക്ഷിക്കുന്നത് ഞാൻ അറിഞ്ഞു. അവളെ കൊണ്ടുപോകാൻ ഞങ്ങൾ വന്നിരിക്കണേ. ഇറക്കി വിടറാ. അങ്ങനെ നിങ്ങൾ കുൽസുവിനെ കൊണ്ടുപോകും. നിങ്ങൾ ഒന്നോർത്തോ, അബുവും കുൽസുവും എന്റെ വീട്ടിൽ അഭയം തേടി വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സഹായം ഞാൻ ചെയ്യും. അതിനെ മറികടന്ന് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കാര്യം ഞാൻ വിട്ടു. അപ്പാശന്റെ മകൻ ബാലനെ പറയണേ. എന്തിനാ ആചാര്യ പാവങ്ങൾക്കൊക്കെ എന്ത് തെറ്റ വിരോധം ചെയ്തത്? ആരോടാണ് ഈ വെറുപ്പും വൈരാഗ്യമൊക്കെ? സ്നേഹിച്ച പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോന്ന നിങ്ങളുടെ മകളോടോ, അത് ജീവിതകാലം മുഴുവൻ പൊന്നുപോലെ നോക്കാൻ തയ്യാറുള്ള അബുവിനോടും? വേണ്ട ആചാര്യ, അബു നിങ്ങളുടെ മോളുടെ ഭാഗ്യം. അവളുടെ കല്യാണം നടത്തി കൊടുക്കുക, വേറെ പിരിക്കല ആചാര്യ. അവരുടെ മുറി നമുക്ക് മണിയറിയാക്കി തന്ന് വീടിന്റെ വരാന്തയിൽ കിടന്നുറങ്ങിയ എന്റെ കൂട്ടുകാരൻ ബാലന്റെ മോനാ രമേശൻ. അതൊന്നും മറന്നിട്ടല്ലേക്ക. എന്നാലും അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അടുത്ത വെള്ളിയാഴ്ചയാണ് എന്റെ മോളുടെ കല്യാണം. എല്ലാവരും നേരത്തെ വരണം, പ്രത്യേകം ദുആ ചെയ്യണം. എല്ലാ കാര്യങ്ങളും ഭംഗിയെ നടക്കട്ടെ ഇൻഷാ അല്ലാ. ഡോക്ടർ രമേശ്, ഡോക്ടർ അകത്തുണ്ട് കേട്ടോ, ഉള്ളിലേക്ക് പോയിക്കോളൂ. രമേശ് ഏട്ടൻ. റാഫി, നീ എവിടെ? എന്തു പറ്റിയിടാ? പ്രഗത്ഭനായ ഡോക്ടറുണ്ടെന്ന് അറിഞ്ഞു വന്ന. എന്നെ കാണേണ്ട കാര്യം? രമേശ് ഏട്ടനെല്ലാം മറക്കണം. നീ കാര്യം പറ. സൈനയ്ക്കാ. സേനയ്ക്ക് എന്ത് പറ്റിയിടാ? സുബൈറിന്റെ നിർബന്ധപ്രകാരം അവരുടെ വിവാഹം നടന്നു. 4-5 വർഷം അവർ ഗൾഫിൽ തന്നെയായിരുന്നു. പിന്നീട് അവൾക്ക് അസുഖം കൂടി. സുബൈർ അവളെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. അന്നും ഇന്നും അവളുടെ മനസ്സിൽ വാ കയറ്. സൈന, സൈന, നീ എന്താ ഓർക്കുന്നേ? നീ ആരെ ഓർക്കുന്നേ? നീ ആരെ കാത്തു നിൽക്കുന്നേ? നീ ആരെ കാത്തു നിൽക്കുന്നെന്ന് ഞാൻ പറയട്ടെ. ഇന്ന് നിന്റെ കല്യാണ രാത്രിയല്ലേ സേന? ആരാ നിന്റെ വരൻ? നീ സുബൈറിനെ കാണുന്നുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. റിലാക്സ്, റിലാക്സ് സേന, റിലാക്സ് സേന. ഉറങ്ങിക്കോളൂ, ശാന്തമായി ഉറങ്ങിക്കോളൂ. റാഫി, ഇപ്പോൾ അവൾ പരിപൂർണ ആരോഗ്യവതിയാണ്. ഇനി അവൾക്ക് യാതൊരു വിഷമവും വരുത്തരുത്. നല്ല രീതിയിൽ മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ എനിക്ക് ഇവിടുന്ന് ട്രാൻസ്ഫറാണ്, മെഡിക്കൽ കോളേജ്. ഇനി ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല.
അതുകൊണ്ട് അവളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സൈന 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 എന്റെ മുക്ത ചാതിച്ചല്ലോടെ നീ. പ്രണയക്കടലിൻ്റെ ആഴത്തിൽ നിന്നു ഞാൻ മുങ്ങിയെടുത്തൊരു മുത്തേ, പ്രണയപുഷ്പങ്ങളാ തൽപ്പം വിരിച്ചതിൽ പാടിയുറക്കാം ഞാൻ കരളേ, പാടിയുറക്കാം ഞാൻ കരളേ. അകലെയുദിക്കുന്ന സൂര്യകിരണങ്ങൾ കരിയില്ല നമ്മുടെ പ്രേമം. അന്തിക്കു ദീപം കൊളുത്താനിറങ്ങുന്ന അമ്പിളിക്കരിയുമോ പ്രണയം. പ്രേമക്കടലിൻ്റെ ആഴപ്പരപ്പിലെ പ്രകടമാം ധൂളികൾ പോലെ കരളെയും കാരുണ്യ മുത്തേ മുകുളമേ, യാത്രാമൊഴി ചൊല്ലു കരളേ, യാത്രാമൊഴി ചൊല്ലു